ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവമ്പാടി കൊടുവള്ളി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആവേശം നിറച്ച് ജലഘോഷയാത്ര. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരം പുനരാരംഭിച്ചു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 51 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭാഭിഷേക മഹായജ്ഞം ആരംഭിച്ചു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവമ്പാടി കൊടുവള്ളി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. തിരുവമ്പാടി മണ്ഡലത്തിന്റെ സ്വീകരണ വിതരണ വോട്ടെണ്ണൽ കേന്ദ്രവും കൊടുവള്ളിയുടെ വോട്ടെണ്ണൽ കേന്ദ്രവുമായ കൂടത്തായി സെന്റ് മേരീസ് സ്കൂൾ, കൊടുവള്ളി മണ്ഡലത്തിന്റെ സ്വീകരണ വിതരണ കേന്ദ്രമായ KMO ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് ജില്ലാ കളക്ടർ സന്ദർശിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രങ്ങളിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പരിശോധിക്കുന്നതിനായാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടറുടെ സന്ദർശനം. കോഴിക്കോട് റൂറൽ SP-T ഷറാഫ്, റിട്ടേണിംഗ് ഓഫീസർമാരായ S. കിരൺ, R. ബോബൻ, താമരശ്ശേരി ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ V. ശിവശങ്കരൻ, കോടഞ്ചേരി CI സന്തോഷ് കുമാർ, ചാർജ് ഓഫീസർമാരായ NC രതീഷ്, നിസാമുദ്ദീൻ എന്നിവരും മറ്റ് ഉദ്യോഗസ്ഥരും അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആവേശം നിറച്ച് ജലഘോഷയാത്ര. പുതിയാപ്പ ഹാർബറിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സ്വീപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് ജലഘോഷയാത്ര സംഘടിപ്പിച്ചത്. തീരദേശ മേഖലയിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നോ വോട്ടർ ലെഫ്റ്റ് ബിഹൈൻഡ്, നമ്മുടെ വോട്ട് നമ്മുടെ അഭിമാനം, നാളെയുടെ ഭാവി ഇന്നിന്റെ വോട്ട്, ഐ വോട്ട് ഫോർ ഷുവർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ബോട്ടുകൾ ഘോഷയാത്ര നടത്തി. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ പുതിയാപ്പ ഹാർബറിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വീപ്പ് ബോട്ട് ഇൻസ്റ്റലേഷൻ അനാച്ഛാദനവും കളക്ടർ നിർവഹിച്ചു. ഈ ഇലക്ഷൻ നിങ്ങളുടെ ഇലക്ഷനാണ്. നിങ്ങളാണ് ഇപ്പോൾ വോട്ട് ചെയ്തിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരുടെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസിഷൻ കാണിക്കുന്നുണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ എല്ലാവരും 9-ാം തീയതി വോട്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ നമുക്ക് സൈഡിൽ പോളിംഗ് സ്റ്റേഷൻസും എല്ലാ സ്ഥലത്തും വളരെ നന്നായിട്ടൊരു ഫെസിലിറ്റി റെഡിയാക്കി. എന്നിട്ട് ഈ പരിപാടിയിലേക്ക് ഞാൻ പുതിയ പ്രൊഫഷൻ ആൾക്കാർ പറഞ്ഞത് ഇപ്പോൾ കുറേ എനിക്ക് പഠിച്ച ആളുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് സംസാരിക്കാൻ ഞാൻ പറയാം. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ഫാമിലി കൂടെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകണം 9-ാം തീയതി. ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S. മോഹനപ്രിയ, ഫിഷറീസ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ CK ശ്രീജിത്ത് ശ്രീധരൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം, സ്വീപ്പ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിജീഷ് ആനന്ദ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജില്ലാ NSS കോർഡിനേറ്റർ ഫസീൽ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരം പുനരാരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത്. हमारे इलाका
കോഴിക്കോട് ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് സമരം തുടങ്ങിയത്. ശമ്പള വർധനാ കരാറിൽ ഒപ്പുവെച്ച ആശുപത്രികളെ സമരത്തിൽ നിന്നും ഒഴിവാക്കി. ഈ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗം ഒഴികെയുള്ള മറ്റ് വിഭാഗങ്ങളിലെ നഴ്സുമാരാണ് പണിമുടക്കിയത്. ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷം സമരം പുനരാരംഭിക്കാൻ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിലെത്തി. എന്നാൽ തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ ആൾക്കൂട്ടമോ സമരമോ പാടില്ലെന്ന് ഉത്തരവുണ്ട്. സമരം ചെയ്യാൻ അനുമതി നിഷേധിച്ചതോടെ സമരം മാനാഞ്ചിറയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 51 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭാഭിഷേക മഹായജ്ഞം ആരംഭിച്ചു. മാർച്ച് 27 മുതൽ മെയ് 16 വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ സഹസ്രമോദക സഹിത അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് മഹാകുംഭാഭിഷേക മഹായജ്ഞ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ആദിത്യ നമസ്കാരം, സൂര്യനാരായണ പ്രീതി, നവഗ്രഹ ഹോമം, സർവകാര്യ സിദ്ധി പൂജ എന്നിവയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യപുരോഹിതൻ ബ്രഹ്മശ്രീ രഘുവാദ്യാർ, ക്ഷേത്രം മുഖ്യപുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം തളി പൈതൃക സ്റ്റേജായ കൈലാസ മണ്ഡപത്തിൽ കലാസാംസ്കാരിക പരിപാടികൾ നടക്കും. കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം വിദ്വാൻ പ്രിൻസ് രാമവർമ്മ നിർവഹിച്ചു. തുടർന്ന് ഗുരുവായൂർ OK ഗോപിയുടെ നാദസ്വര കച്ചേരി, വിദ്വാൻ പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരി എന്നിവയും അരങ്ങേറി. മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രവും പരിസരവും കമനീയ വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ഏജന്റുമാർക്ക് പരിശീലനം നൽകി. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പരിശീലന പരിപാടി സന്ദർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ ഏജന്റുമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടിയിൽ 13 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ പാർട്ടി എക്സ്പെൻഡിച്ചർ ഏജന്റുമാർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പരിശീലന പരിപാടി സന്ദർശിച്ചു. എങ്ങനെയാണ് മോണിറ്ററിംഗ് ചെയ്യണം, എത്ര ചെലവാക്കണം, ആൻഡ് ജനറൽ ഇലക്ഷൻസ് ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇലക്ഷൻസാണ്. ഒരു കാൻഡിഡേറ്റ് എക്സ്ട്രാ ഒരു ചിലവാണെങ്കിൽ ബാക്കി ഓപ്പോസിഷനായിട്ട് പറയും ഇത് ക്ലിയർലി ഒരു വയലേഷനായിട്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്. എവിടെ മിസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് അവർ ഹെഡേക്ക്. കാരണം പൊളിറ്റിക്കൽ സൈഡിൽ വേറെ ഇഷ്യൂസ് ആണ്, പക്ഷേ ഒഫീഷ്യൽ സൈഡിൽ ഇലക്ഷനിൻ്റെ നിയമം അനുസരിച്ച് എല്ലാം പാലിക്കേണ്ടി വരും. സോ വി ഹാവ് ടു പ്രിപ്പയർ. നമ്മുടെ സൈഡിലെ ടീമും കുറേ പ്രിപ്പറേഷൻ നടക്കുകയാണ് ഈ വിഷയം. കുറേ ടീംസ് ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ്. ഐ തിങ്ക് അതൊരു ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടാവും. സോ മൈ ഓൺലി റിക്വസ്റ്റ് ഇസ് നിങ്ങളെല്ലാവരും എത്ര ഫ്രീ ആൻഡ് ഫെയർ ട്രാൻസ്പെറൻസി വെച്ചിട്ട് നമുക്ക് ചിലവ് ഉണ്ടാക്കിയിട്ട് ഇലക്ഷനിൽ കണ്ടക്ട് ചെയ്യാം. ഒരു നിയമം അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ലിമിറ്റ്സ് ഉണ്ട്. ലിമിറ്റിൽ ഒരു ഡെമോക്രസിക്ക് ഒരു ഇമ്പോർട്ടൻസ് ആദ്യമാണ്. ഒരു പൈസ കൊടുത്തിട്ട് മാത്രം ഇലക്ഷൻ അല്ല. ഒരു ഡെമോക്രസിൻ്റെ ഒരു ഡിസിഷൻ, ഒരു വോട്ടിൻ്റെ ഡിസിഷൻ ജസ്റ്റ് ബിക്കോസ് ഓഫ് മണി അല്ല. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി കുറേ നിയമമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം 40 ലക്ഷം രൂപയാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിന് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചെലവിനായി വിനിയോഗിക്കുന്ന തുക എഴുതി സൂക്ഷിക്കുന്നതിലും എക്സ്പെൻഡിച്ചർ ഫോം പൂരിപ്പിക്കുന്നതിലും പരിശീലനം നൽകി. പരിശീലനത്തിന് ഗിരീഷ് പാറപ്പൊയിൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവള്ളൂർ ചാനിയം കടവ് UP സ്കൂളിൽ വാർഷികം വൃക്ഷം പദ്ധതിക്ക് തുടക്കമായി. സ്കൂളിന്റെ 125ാം വാർഷികത്തിന്റെ ഭാഗമായി 125 വിദ്യാർത്ഥികളുടെ വീട്ടുവളപ്പിൽ വൃക്ഷത്തൈ നട്ടുവളർത്തി പരിപാലിക്കുന്ന പദ്ധതിയാണിത്. തിരുവള്ളൂർ ചാനിയം കടവ് സൗമ്യത മെമ്മോറിയൽ UP സ്കൂൾ 125ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ട്രിബ്യൂട്ട് ബൈ സ്റ്റോറീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് വാർഷിക വൃക്ഷം പദ്ധതി നടപ്പിലാക്കുന്നത്. 125 വിദ്യാർത്ഥികളുടെ വീട്ടുവളപ്പിൽ വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്ന പദ്ധതിയാണിത്. ട്രിബ്യൂട്ടിന്റെ ഒരു സംഘം വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് എത്തി കുഴിയെടുത്ത് വൃക്ഷത്തൈ നട്ട് വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ അവ നനച്ച് സംരക്ഷിച്ചാൽ മതി. തൈകളുടെ വളർച്ച പ്രകടമാക്കുന്ന ഫോട്ടോകൾ ഓരോ 3 മാസത്തിലും എടുത്ത് ഇതിനായി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കണം. പരിപാടിയുടെ ഉദ്ഘാടനം സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടേക്കണ്ടി നാരായണൻ സ്കൂൾ ലീഡർ അമീൻ മൂസയ്ക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് നിർവഹിച്ചു. നമ്മൾ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൂലേ പലരും? അതൊരു പുണ്യപ്രവൃത്തിയല്ലേ? ആണോ? ദാഹിച്ചു വലഞ്ഞു വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നവരുടെ ഇങ്ങനെ വഴിവക്കിലൊക്കെ വെച്ചിട്ട് തണ്ണീർ പന്തൽ എന്നും പറഞ്ഞിട്ട് ആ പ്രവൃത്തി പുണ്യപ്രവൃത്തിയല്ലേ? ഇതിനേക്കാളൊക്കെ വലിയ ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും എന്ത്? വായു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. വായു ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് NM നിഷാദ് അധ്യക്ഷനായിരുന്നു. ട്രിബ്യൂട്ടിന്റെ പ്രതിനിധി M റസീല പദ്ധതി വിശദീകരിച്ചു. സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി. സ്കൂൾ അഡ്മിനിസ്ട്രസ് T അഞ്ജലി, K മിനി, ബിജു മലയിൽ, NM ചന്ദ്രൻ, ഷെൻസ, ആയിഷ, T കൃതിക, VS സൗജിത്യ, അർജുൻ ശേഖർ തുടങ്ങിയവരും സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വരും ദിവസങ്ങളിൽ മറ്റ് സ്കൂളുകളുടെ വാർഷികത്തോടനുബന്ധിച്ചും ഈ പദ്ധതി നടപ്പിലാക്കും. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്, പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്, സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ, ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി, സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDFിനൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വില്യാപ്പള്ളി സ്ഫോടനത്തിൽ UDF പ്രതിഷേധ പ്രകടനം നടത്തി. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം തോടന്നൂരിൽ KSU നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞതിന്റെ തുടർച്ചയായാണ് വില്യാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനമെന്ന് സംശയിക്കുന്നതായി UDF നേതാക്കൾ പറഞ്ഞു. സ്ഫോടനത്തിൽ കൈപ്പത്തി തകർന്ന യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വില്യാപ്പള്ളിയിൽ കൊറ്റിയാമ്പള്ളിക്കടുത്ത് ഒരു വീട്ടിൽ വെച്ച് ഒരു വിദ്യാർത്ഥി ബോംബ് സ്ഫോടനത്തിൽ ഇന്ന് ആശുപത്രിയിൽ കിടക്കുകയാണ്. കൈപ്പത്തി തകർന്നുകൊണ്ട് ആ വിദ്യാർത്ഥി ബിൽഡിംഗിന്റെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ നിന്ന് ബോംബ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും ബോംബ് കയ്യിൽ നിന്ന് പൊട്ടിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ പറയുന്നത് അത് തൽക്കാലമുള്ള ഒരു പടകം മാത്രമാണ് പൊട്ടിയത് എന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കൈപ്പത്തി ഇങ്ങനെ പൊട്ടാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പടക്കം ഒരു വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ വിഷുവില്ല, പെരുന്നാളില്ല, അതേപോലെ തന്നെ പടങ്ങൾ പൊട്ടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിൽ സമാധാന ലംഘനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. UDF വില്യാപ്പള്ളി പഞ്ചായത്ത് ചെയർമാൻ CP ബിജു പ്രസാദ്, നേതാക്കളായ യൂനുസ് രാമത്ത്, നൈസാം രാജഗിരി, അജ്മൽ മേമുണ്ട, മുഹമ്മദ് ഉബൈദ്, PT ഇല്യാസ്, ബാസിത്ത് OT, MK ഷക്കീബ്, അസ്ലം മാക്കനാട് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വടകര. സ്വീറ്റ് മെലഡീസ് കോഴിക്കോട് സംഗീത നിശയൊരുക്കി. മനോഹര ഗാനങ്ങൾ അവതരിപ്പിച്ച സംഗീത രാവ് ടൗൺ ഹാളിലാണ് നടന്നത്. ചിത്രകാരൻ ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സ്വീറ്റ് മെലഡീസ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യ സംഗീത നിശ സംഘടിപ്പിച്ചു. തമിഴ് ഹിറ്റായ അമ്മ എന്റെക്കാതെ ഉയരില്ലയെ എന്ന ഗാനത്തോടെയാണ് സംഗീത നിശ ആരംഭിച്ചത്.
സ്വീറ്റ് മെലഡീസിന്റെ ഉദ്ഘാടനം ഗാനരചയിതാവും ചിത്രകാരനുമായ ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ നിർവഹിച്ചു. അങ്ങ് ദൂരെ നിന്നൊരു വെള്ളി വെളിച്ചം വരും വരെ, സ്നേഹശാന്തിതൻ സൂക്തങ്ങൾ ഉയരും വരെ, നമുക്കീ പച്ചപ്പുൽമേട് കാത്തുസൂക്ഷിക്കാം അഗ്നി പടരാതെ, അശാന്തിതൻ ശബ്ദമുയരാതെ. സ്വീറ്റ് മെലഡീസിന്റെ ചെയർമാനായ MK അയ്യപ്പൻ അധ്യക്ഷനായി. K മാധവൻ, അജിത മാധവ്, ജിജേഷ് മലാപ്പറമ്പ്, മുജീബ് റഹ്മാൻ, TM ദിലീപ്, സലാം വെള്ളയിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നന്മ കോഴിക്കോട് സിറ്റി മേഖല ലോക നാടക ദിനാഘോഷം സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ RK രമേശ് ഉദ്ഘാടനം ചെയ്തു. അവാർഡ് സമർപ്പണവും പുസ്തക പ്രകാശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കോഴിക്കോട് സിറ്റി മേഖലയുടെ ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് MC സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ RK രമേശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ KT രവി നാടക പുരസ്കാരം പ്രശസ്ത നാടക സീരിയൽ നടൻ കോഴിക്കോട് ശിവരാമന് സമ്മാനിച്ചു. നാടക പ്രവർത്തകൻ ഷിബു മുത്താട്ട് നാടക സന്ദേശം നൽകി. സംഗീതജ്ഞൻ ഗോവിന്ദൻകുട്ടി കണ്ടിലേരി രചിച്ച ലെറ്റ്സ് പ്ലേ സോങ് എന്ന പുസ്തകം നന്മ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ സാമുവൽ പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകൻ രാഹുൽ കൈമല, നന്മ ജില്ലാ സെക്രട്ടറി മഠത്തിൽ രാജീവൻ, ജില്ലാ ട്രഷറർ ഗിരീഷ് ഇല്ലത്തുതാഴം, മേഖലാ സെക്രട്ടറി മുരളീധരൻ പറയഞ്ചേരി, നാടകകൃത്ത് ഉണ്ണികൃഷ്ണൻ പുൽക്കൽ, സംഗീതജ്ഞൻ വിജയൻ കോവൂർ തുടങ്ങിയവർ സംസാരിച്ചു. EK വിശാലാക്ഷി ടീച്ചർ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള നാടക ഗാനാലാപന മത്സരത്തിൽ 40ഓളം കലാകാരന്മാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവമ്പാടി കൊടുവള്ളി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആവേശം നിറച്ച് ജലഘോഷയാത്ര. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരം പുനരാരംഭിച്ചു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 51 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭാഭിഷേക മഹായജ്ഞം ആരംഭിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.